എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനെയുടെ മൃതദേഹം അദ്ദേഹത്തിന്റെ ജന്മനാടായ വടക്ക് കിഴക്കൻ ഇറാനിലെ വിശുദ്ധ നഗരമായ മഷാദിലുള്ള ഇമാം റസ്സ മസ്ജിദിൽ ജൂലൈ 9 ഖബറടക്കുക. ടെഹ്റാൻ, ഖോം എന്നീ ഇറാനിയൻ നഗരങ്ങളിലും ഇറാഖിലെ നജാഫ്, കർബല എന്നീ പുണ്യസ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അവിടെ പൊതുദർശന ചടങ്ങുകളും വിലാപയാത്രകളും ഒക്കെ നടത്തിയതിനു ശേഷമാണ് മൃതദേഹം മഷാദിലുള്ള ഇമാം റസ്സ മസ്ജിദിലേക്ക് കൊണ്ടുപോയി അവിടെ ഖബറടക്കുക. ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള മഷാദിലേക്കുള്ള യാത്രയിൽ വൻ ജനക്കൂട്ടമാണ് ഓരോ സ്ഥലങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഈ യാത്രയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ ജനക്കൂട്ടം അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് മരണം എന്ന് ആർത്തി വിളിക്കുന്നത് അപകടകരമായ ഒരു കാര്യമായിട്ടാണ് ഇന്ന് ലോകം കാണുന്നത്. ഇത് കേവലം അവരുടെ ആത്മീയ നേതാവിന്റെ മരണം കൊണ്ടുണ്ടായ വികാരപ്രകടനമല്ല, മറിച്ച് ട്രംപിനെയും നെതന്യാഹുവിനെയും കൊല്ലണം എന്ന ഇറാനിയൻ ജനതയുടെ ആഗ്രഹമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും വധത്തിന് ആഹ്വാനം ചെയ്യുന്ന പോസ്റ്ററുകളും ശവസംസ്കാര ചടങ്ങിൽ പ്രത്യക്ഷപ്പെടുന്നത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരെ കൊല്ലുന്നവർക്ക് വമ്പൻ പ്രതിഫലം ഓഫർ ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകൾ പോലീസ് ഇടപെട്ട് നശിപ്പിച്ച് കളയുകയാണ്. ഇത്തരം പോസ്റ്ററുകൾ ഇനി പതിക്കരുത് എന്നാണ് പോലീസിന്റെ നിർദ്ദേശമുള്ളത്. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനായി ഇറാനും ട്രംപുമായി അല്ലെങ്കിൽ US-ഉമായി ചർച്ച നടത്തുമ്പോഴും ട്രംപിനെ കൊല്ലണം എന്ന ആവശ്യത്തിന് രാജ്യം മുൻതൂക്കം കൊടുത്തിരിക്കുകയാണ്. ഇവരിങ്ങനെ പറയുമ്പോൾ ഇറാന്റെ സ്വഭാവം കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇറാൻ ജനതയുടെ ഈ ആവശ്യത്തെ നിസ്സാരമായി ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1988 പ്രവാചകനെ നിന്ദിച്ച് പുസ്തകം എഴുതിയ സൽമാൻ റുഷ്ദിയെ കൊല്ലാൻ 1989 ഫെബ്രുവരി 14 ഫത്വ നൽകിയ ആയത്തുള്ള ഖുമൈനി 4 മാസം കഴിഞ്ഞ് ജൂൺ 8 മരിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ഫത്വ 35 കൊല്ലത്തിലധികമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ബ്രിട്ടന്റെ സംരക്ഷണയിൽ ലോകത്ത് ഇന്നും ഒളിച്ചും പാത്തും കഴിയുന്ന റുഷ്ദിക്ക് നേരെ ഏറ്റവും അവസാനം 2022 ഓഗസ്റ്റിൽ ആക്രമണം ഉണ്ടാവുകയും കഴുത്തിലും വയറിലും അനവധി കുത്തേറ്റ് അയാൾ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തു. ആയത്തുള്ള ഖുമൈനിയുടെ കാലം കഴിഞ്ഞ് 10 കൊല്ലത്തിന് ശേഷം ജനിച്ച 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളാണ് ഈ റുഷ്ദിക്കെതിരെ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതിങ്ങനെ പറയുമ്പോൾ തലമുറകൾ കൈമാറി വരുന്ന പ്രതികാര ദൗത്യം ഇറാനിയൻ ജനത ഏറ്റെടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനർത്ഥം ഇറാന്റെ പ്രതിജ്ഞകളും ആഹ്വാനങ്ങളും ശാശ്വതമാണ് എന്ന് തന്നെയാണ്. ഇറാനെ സംബന്ധിച്ച് യുദ്ധസമയത്ത് നടന്ന ആയത്തുള്ള അലി ഖാംനെയുടെ കൊലപാതകം അവരുടെ മനസ്സിനെ ഇപ്പോഴും വളരെയധികം മുറിപ്പെടുത്തുന്ന ഒരു വേദനയായിട്ട് നിലനിൽക്കുകയാണ്. അതിന് കാരണക്കാരായ ട്രംപും നെതന്യാഹുവും അധികാരത്തിൽ നിന്നും പുറത്തായാൽ പോലും ജീവിച്ചിരിക്കുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും ആർക്കും പറയാൻ കഴിയില്ല. അമേരിക്കയുടെ പരാജയവും ഇസ്രായേലിനെ ചാരമാക്കാത്തതിലുള്ള ഇറാനിയൻ ജനതയുടെ നിരാശ പരക്കെ അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. ഇറാന്റെ സുരക്ഷിതത്വത്തിന് ഇസ്രായേൽ ഇല്ലാതാകണം എന്നാണ് ഇറാനിലെ ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അതിനൊപ്പം ഇസ്രായേലിനെ നശിപ്പിക്കണമെന്ന് രാഷ്ട്രീയ നേതാക്കൾ ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമില്ലാതെ നിരന്തരം ഇങ്ങനെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ രാജ്യത്തെ 35 വർഷത്തിലധികമായി ഉപരോധം കൊണ്ട് വരച്ച അമേരിക്കയ്ക്ക് യുദ്ധപരാജയം സംഭവിച്ച സ്ഥിതിക്ക് കേവലം ഒരു കരാർ കൊണ്ട് അവരെ ഇവിടെ ഒന്നും പറഞ്ഞു വിടരുത് എന്ന അഭിപ്രായമാണ് ഇറാനികൾക്ക് ഇപ്പോഴുള്ളത്. വേണ്ടി വന്നാൽ അമേരിക്കയിലേക്ക് ചെന്ന് ആക്രമിക്കണം എന്ന തീവ്ര നിലപാടുള്ളവരും ഇറാനിൽ ഇപ്പോഴുണ്ട്. അമേരിക്കയുടെ അതീശത്വവും അഹങ്കാരവും അവസാനിപ്പിക്കാൻ അവർ ദുർബലമായ ഈ അവസ്ഥയിൽ പിന്നാലെ ചെന്ന് ആക്രമിക്കണം എന്നാണ് ഇവർ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതേസമയം അമേരിക്കയിലെ സൗത്ത് ഡെക്കോട്ടയിൽ റൗണ്ട് റഷ്മോറിന് മുന്നിൽ നടന്ന ഒരു പ്രസംഗത്തിൽ ട്രംപ് പറഞ്ഞത് ഞങ്ങൾ ഇറാനെ തകർത്തു എന്നാണ്. അവർ വളരെ മോശമായി ഹോർമുസിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നു, അത് ഞങ്ങൾ പൊറുക്കില്ല. ഇപ്പോൾ അവരുടെ നേതാവിന്റെ ശവസംസ്കാര ചടങ്ങിനായി ഞങ്ങൾ ഒരാഴ്ച അവർക്ക് അവധി നൽകിയിരിക്കുന്നു എന്നൊക്കെയാണ്. ട്രംപിങ്ങനെ സ്ഥിരം ഓരോരോ കാര്യങ്ങൾ സ്ഥിരമായി അടിച്ചിറക്കുന്നതുകൊണ്ട് ഈ വാക്കുകൾക്ക് വലിയ പ്രസക്തി ഒന്നുമില്ലെങ്കിലും ഇരുപക്ഷവും വെടിനിർത്തലിൽ അത്ര തൃപ്തരല്ല എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം ഇറാൻ പറയുന്നത് ഇനി ബലം പ്രയോഗിച്ചായാൽ പോലും ഹോർമുസിൽ നിന്നും ഞങ്ങൾ ടോൾ ഈടാക്കും എന്നാണ്. ഇത് അമേരിക്കയോടുള്ള ബലാബല പരീക്ഷണത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഞങ്ങൾ ഹോർമുസിന് വേണ്ടി യുദ്ധം ചെയ്യും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വെക്കുന്നത്. ഇപ്പോൾ തന്നെ അവർ ഹോർമുസിലൂടെ ലോകത്തെ വെല്ലുവിളിച്ചു കഴിഞ്ഞു. ഇവിടെ അവർ വിജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വെല്ലുവിളി ഇറാൻ നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതോടനുബന്ധിച്ചുണ്ടായ മറ്റൊരു സംഭവം ഹോർമുസ് കടലിലെ മൈനുകൾ നീക്കം ചെയ്യാനും
UK ചേർന്നുകൊണ്ട് ഈ അന്താരാഷ്ട്ര കപ്പൽ പാത തുറക്കാനുമായി ഫ്രാൻസ് വിന്യസിച്ചിരുന്ന പടക്കപ്പൽ വ്യൂഹത്തെ അവിടെ നിന്ന് ഇന്നലെ പെട്ടെന്ന് പിൻവലിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ഫ്രാൻസ് ഇങ്ങനെ ചെയ്തത് ഇറാനിൽ ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ ഇസ്രായേൽ ആക്രമണം സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് ബലം നൽകുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ജൂൺ 17 ഒപ്പുവെച്ച സുപ്രധാന കരാർ പ്രകാരം ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ കപ്പലുകളെ പിൻവലിക്കുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ വിശദീകരിക്കുന്നത്. എന്നാൽ പത്രക്കാർ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത്, കരാർ ഒപ്പിട്ട് 20 ദിവസം കഴിഞ്ഞിട്ടും ഹോർമുസ് ഇറാൻ ഇതുവരെ തുറന്നിട്ടില്ല, തന്നെയുമല്ല ഹോർമുസിന്റെ പേരിൽ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും ഇത്രയും ദിവസം അവിടെ കിടന്ന ഫ്രാൻസിന്റെ പടക്കപ്പൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്നലെ തന്നെ അവിടെ നിന്ന് പിൻവലിച്ചത് എന്നാണ്. ഇതിന് മാക്രോണിന് മറുപടിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇറാൻ ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത് ലോക നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യുദ്ധത്തിൽ ഇറാൻ നേടിയ വിജയത്തിന്റെ ഒരു ആഘോഷം തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട്. ഇക്കാര്യം അമേരിക്കയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അത് കാരണം അമേരിക്ക 13-ലധികം രാജ്യങ്ങളെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തി ചടങ്ങിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇവർക്കൊക്കെ ക്ഷണമുണ്ടായിരുന്നതാണ്. എന്നാൽ അമേരിക്ക പറയുന്നത് നിങ്ങൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ്. അപ്പോൾ ഈ അമേരിക്കയ്ക്കെതിരെയുള്ള വിജയപ്രകടനത്തിലല്ല വിജയാഹ്ലാദത്തിൽ അമേരിക്കയ്ക്ക് കഴിയുന്നിടത്തോളം ആൾക്കാരെ അതിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് വലിയ നാണക്കേടുണ്ടായിട്ടുണ്ട്. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണിത്. ഇറാൻ ഇത്രയും വിപുലമായ ഒരു ശവസംസ്കാര ചടങ്ങ് നടത്തണമെന്നുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ല. അത് ഈ സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ച് ഒരു വിജയാഹ്ലാദമായിട്ട് തന്നെ കണക്ക് കൂട്ടേണ്ടതുണ്ട്. ലോകം അങ്ങനെ കണക്ക് കൂട്ടൂ. അതല്ലെങ്കിൽ ആയത്തുള്ള ഖുമേനിക്കുള്ള അത്രയും പ്രാധാന്യമൊന്നും ഇപ്പോഴത്തെ അലി ഖാംനെയ്ക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ എന്നിട്ടും ഖുമേനിക്കുണ്ടായതിനേക്കാൾ വലിയ ജനപങ്കാളിത്തവും വലിയ ആദരവുമൊക്കെയാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖാംനെയ്ക്ക് ഇറാൻ കൊടുക്കുന്നത്. അത് അവരുടെ യുദ്ധവിജയം നേടിക്കൊടുത്ത ഒരാളെന്ന നിലയ്ക്കാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. എന്നാൽ ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തില്ല എന്ന് പറയുന്നവരുമുണ്ട്. അതിനവർ പറയുന്നത് കാരണം ഇങ്ങനെ ഒരു ആക്രമണം ഇതിനു നേരെ നടത്തിക്കഴിഞ്ഞാൽ ലോകത്ത് ഇസ്രായേലും അമേരിക്കയും ഒറ്റപ്പെടും എന്ന് തന്നെയാണ്. തന്നെയുമല്ല, ഇത് ഇറാന് ലോകത്ത് പിന്തുണയും സഹതാപവും വർദ്ധിക്കാൻ കാരണമാവും എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ ഉടൻ തന്നെ ഇറാൻ ചെയ്യുന്നത് അവർ ആണവ പരീക്ഷണം നടത്തുക തന്നെയായിരിക്കും. അക്കാര്യം ഉറപ്പു തന്നെയാണ്. അങ്ങനെ അവർ ഒരു പരീക്ഷണം നടത്തിക്കഴിഞ്ഞാൽ ലോകത്തിന് അവരെ എതിർക്കാൻ കഴിയില്ല. അത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായി മാത്രമേ കണക്ക് കൂട്ടൂ. അതുകൊണ്ട് ഈ അവസരം അവർ പരമാവധി അവരുടെ ആണവായുധത്തിന് വേണ്ടി ചെലവഴിക്കാനാവും ശ്രമിക്കുക. ഇങ്ങനെ ഒരു വലിയ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയും വിപുലമായ തോതിൽ ഈ ഖബറടക്ക ചടങ്ങിന് വേണ്ടി ലോകത്തുള്ള സകല നേതാക്കളെയും വിളിച്ചു വലിയ ആഘോഷത്തോടെ നടത്താൻ താല്പര്യപ്പെടുന്നത്. ഏതായാലും ഖാംനെയുടെ ഖബറടക്ക ചടങ്ങ് വളരെ ഉത്കണ്ഠയും ആകാംക്ഷയുമാണ് ലോകത്തിന് നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് സമാധാനത്തിൽ കലാശിക്കുമോ അതോ കൂട്ടക്കുരുതിയുടെ വൻ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.